അബ്രഹാമേ, ഈ പർപ്പസ് നിന്നിൽ വെളിപ്പെടണമെങ്കിൽ ഹാഗറിനെ പുറത്താക്കുക. ഈജിപ്തിൽ നിന്ന് കിട്ടിയതായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആ ഗേൾ ഫ്രണ്ടിനെ പുറത്താക്കുക, ബോയ് ഫ്രണ്ടിനെ പുറത്താക്കുക. നീ വാട്സപ്പ് തുറന്ന് നീ സ്തോത്രം നിൻ്റെ ഗേൾ ഫ്രണ്ടിന് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കണം. നീ ഉണ്ടെങ്കിൽ എൻ്റെ പദ്ധതിയിൽ എനിക്ക് കയറാൻ തക്കവണ്ണം കഴിയത്തില്ല, അതുകൊണ്ട് ബബായ്. ഹാഗറിനെ പുറത്താക്ക്. പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വാ, ലോകത്തിൽ നിന്ന് വേർപിരിക്ക്, ഹാഗറിനെ പുറത്താക്ക്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിനക്ക് എത്താൻ കഴിയും. നിങ്ങൾ പ്രായം കൂടിയവരായാലും ശരി, കുറഞ്ഞവരായാലും ശരി, കല്യാണം കഴിച്ചവരായാലും ശരി, ഇല്ലെങ്കിലും ശരി, സ്തോത്രം മുടി നരച്ചവരായാലും ശരി, ഇല്ലെങ്കിലും ശരി, 99-ാമത്തെ വയസ്സിൽ ദൈവം അബ്രഹാമിൻ്റെ മുൻപിൽ നിന്ന് അബ്രഹാമിനോട് നോക്കി ഇങ്ങനെ പറഞ്ഞു, 99 കർത്താവ് പറഞ്ഞു, എൻ്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. സ്തോത്രം. ആരോ പറഞ്ഞു പല്ല് പോയി മോനെ, സ്തോത്രം. അതെ, നട്ടലിന് വേദന വന്നു മോനെ, വാദത്തിൻ്റെ പ്രശ്നം വന്നു കൂട്ടി, 68ആയി. പക്ഷേ 68ആയാലും അമ്മച്ചി 72ആയാലും സാത്താൻ പെൻഷൻ പറ്റുന്നില്ല. 99-ലും എൻ്റെ ദൈവത്തിന് പറവാനുള്ളത്, നീ എൻ്റെ മുൻപിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നിനക്കൊരു വാഗ്ദത്തമുണ്ട്, നിനക്കൊരു പദ്ധതിയുണ്ട്. നീ ഒരു ചെറിയ പുള്ളിയല്ല, നിൻ്റെ വീട് ചെറുതായിരിക്കാം, നിൻ്റെ അപ്പന് വിദ്യാഭ്യാസം കാണത്തില്ല, അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, വീട്ടുകാരെല്ലാം സോഡാക്കുപ്പി പോലെ ഒരാകർഷണമില്ലാത്തവരായിരിക്കാം. എനിക്ക് നിന്നെ നോക്കി പറവാനുള്ളത്, ഫാദേഴ്സ് ബ്ലെസ്സിങ് നിനക്കായി കാത്തിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം നിനക്കായി കാത്തിരിക്കുകയാണ്. അയ്യോ എൻ്റെ കുഞ്ഞേ, ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തത്, ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത എന്തോ വലുത് ഇൻ ക്രൈസ്റ്റ് ജീസസ്, ക്രിസ്തുവിൽ കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുമ്പോൾ പാരമ്പര്യത്തിൽ നിന്ന് പുറത്തു വാ, ലോകത്തിൽ നിന്ന് വേർപിരിയുക, ഹാഗറിനെ പുറത്താക്ക്.